ഹായ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള ഇൻട്രോ പറയാനായിട്ട് സ്വാഗതം പറയാൻ രണ്ടുപേരില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു വീഡിയോ ഞാനായിരിക്കും ഫുള്ളും ഒറ്റയ്ക്ക് പറയണതായിരിക്കും നല്ലത്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാരണം കൊണ്ട് ഈ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വാവ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. വാവാന്നാണ് ഞാൻ എപ്പോഴും പറയണത്. അപ്പോൾ പിള്ളേർ എന്നോട് കുറേ പേര് ചോദിച്ചു, അതിൻ്റെ മോൾക്ക് 4 വയസ്സായില്ലേ? അപ്പം ഞങ്ങൾ പിന്നെ കൂടുതലും വീട്ടിലൊക്കെ വാവാന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണതാണ്. പിന്നെ ഇപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നോട് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, എടി ഇത് ചെയ്യ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വീഡിയോ ഇതിങ്ങനെ ചെയ്യും, മറ്റേ ഹോം ടൂർ ചെയ്യ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹോം ടൂറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് കുറേ നേരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു ഡെലിവറി സ്റ്റോറി പറയാൻ പറഞ്ഞു. അതപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഡെലിവറി സ്റ്റോറി മറ്റുള്ളവരോടൊന്ന് പറയുമ്പോൾ നമുക്കത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അത് മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു സന്തോഷമാണ്. ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന്, അതായത് ഒരിക്കലും നമ്മൾ മറക്കാൻ ട്രൈ ചെയ്താൽ പോലും നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ മൂമെൻറ്റ്സുകളാണ് അതൊക്കെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളുടെ മനസ്സിൽ ആ ഒരു സംഭവം ഒരിക്കലും മറക്കാൻ പറ്റാതായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റയിലാണ് നമ്മൾ പിടിക്കുന്ന വീഡിയോ. ഞാൻ എൻ്റെ ഫോണിലാണ് പിടിക്കുന്നത്. ഈ ഫോണിലാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ക്യാമിൻ്റെ ആ ഭാഗത്തായിട്ട് ചെറിയൊരു എന്തൊരു സ്ക്രാച്ച്, ഇങ്ങനെ പൊട്ടൽ വീണേനുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയങ്ങളൊക്കെ ഒരു ഡാർക്ക്നെസ് ഇങ്ങനെ വരാറുണ്ട്. നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇൻസ്റ്റയിൽ പിടിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, നമ്മളെ നല്ല ഭംഗിയായിട്ട് കാണുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. പിന്നെ നമുക്ക് ഭാവിയിൽ ഐഫോണൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. ആ സമയത്തൊക്കെ നല്ല നല്ല വീഡിയോ ഒക്കെ നമുക്ക് നല്ല ക്ലാരിറ്റിയൊക്കെ ആയിട്ട് കിട്ടും. ഫ്രണ്ട്സ് മെസ്സേജ് അയക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നമ്മുടെ വീഡിയോയുടെ താഴെ കമൻസ് നിങ്ങൾ ഇടണം. കമൻസ് നിങ്ങൾ വളരെ കുറവാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ നമ്മൾ തുടക്കക്കാരെന്ന ബേസിൽ കമൻസുകൾ വളരെ കുറവായിരിക്കും. നമ്മൾ ഒരുപാട് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും മാക്സിമം വീഡിയോസ് കാണവർ, അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻസുകൾ ഇടണം, എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഡെലിവറി സ്റ്റോറിയിലേക്ക് നടക്കാം. എൻ്റെ കല്യാണം കഴിയുന്നത് 2018-ലാണ്. 2018 ഏപ്രിൽ 8-ാം തീയതിയാണ് എൻ്റെ വിവാഹം കഴിയണത്. അപ്പോൾ എൻ്റെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ആലുവയിലാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റിമേറ്റ് മാട്രിമോണി വഴിയാണ് നമ്മുടെ വിവാഹം ഉറപ്പിച്ച് നമ്മൾ വിവാഹിതരാകുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു 6 മാസക്കാലമൊക്കെ വാവയ്ക്കൊന്നും നോക്കിയില്ല. വാവ ഇപ്പോൾ വേണ്ട, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിക്ക് നോക്കാമെന്നൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് നടക്കണ ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ വാവയ്ക്ക് നോക്കിയില്ലായിരുന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളപ്പോൾ വാവയ്ക്ക് വേണ്ടി നോക്കി തുടങ്ങുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ഓരോ മാസം കഴിയുന്നോറും നമ്മൾ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യണ സമയത്ത് എപ്പോഴും നെഗറ്റീവ് ആകും. ആദ്യത്തെ 2 മാസം സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടായില്ല. പിന്നെ 3-ാമത്തെ മാസമായപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിഷമം. പിന്നെ 3, 4, 5 ഒക്കെ ഇങ്ങനെ പോകുന്നതോറും നമുക്ക് ഞാൻ 3-4 ദിവസത്തേക്ക് ഭയങ്കര സങ്കടമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ദിവസം അത് നെഗറ്റീവ് കാണുമ്പോൾ ഭയങ്കര പൊട്ടി കരച്ചിലാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം 2-3 ദിവസമൊക്കെ ആയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു കരച്ചിലുണ്ട്. അതൊരു മൂടിയൊക്കെയുള്ള അവസ്ഥയാണ് ആ ഒരു കുറച്ച് ദിവസത്തേക്ക്. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ നോർമലായി മാറും. അങ്ങനെ ആ ഒരു 6 മാസം വീണ്ടും നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ ആ ഒരു ടൈം, ആ ഒരു മാസം കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറുതെ ഇമാജിൻ ചെയ്യുമല്ലോ. അപ്പോൾ ചിലത് നടക്കും, ചിലത് നടക്കില്ല, അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ചിലപ്പോൾ അടുത്ത മാസം ഞാൻ പ്രഗ്നൻ്റ് ആകും,
അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അതായത് നമ്മൾ ഒരു ദിവസം ഞായറാഴ്ച നമ്മൾ ബീച്ചിൽ പോയി. അപ്പോൾ ബീച്ചിൽ പോയ സമയത്ത് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ഇറങ്ങണ്ട, പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട, അങ്ങനൊരു തോന്നലിങ്ങനെ സ്വയം തോന്നും. അത്രയും നാളില്ലാത്തൊരു എന്തൊരു തോന്നൽ. എന്നാലും കുറച്ച് നേരമൊക്കെ ഞാൻ മടിച്ചെന്നെങ്കിലും പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇറങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. അപ്പോൾ പോസിറ്റീവായപ്പോൾ ഇത് മുമ്പേ എന്തോ ഞാൻ അറിഞ്ഞ പോലെ തന്നെയുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സന്തോഷം. ആ ഒരാഴ്ച ഫുള്ള് സന്തോഷമായിരുന്നു തന്നെ പറയാം. അങ്ങനെ നമ്മുടെ നോർമലായിട്ടുള്ള പിന്നെ ഓരോ മാസങ്ങളും കടന്നു പോയി. എനിക്കങ്ങനെ വലിയ കാര്യമായി ബുദ്ധിമുട്ടുകളൊന്നും ആ ഒരു ടൈമിൽ ഫസ്റ്റത്തെ ഡെലിവറിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ഇപ്പോൾ ബാക്ക് പെയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പം നീര് വരലോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ നോർമലായിട്ട് മിക്കവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഭാവന പ്രസവിക്കുന്ന ആ ഒരു ടൈം വരെ, ആ ഒരു ദിവസത്തിൻ്റെ ആ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും, സാധാരണ ഒരു രീതിയിലുള്ളൊരു പെയിൻ എന്തെങ്കിലും വരും എന്നല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാവ കുറച്ച് ഡേറ്റ് പറഞ്ഞതിന് കുറച്ച് മുമ്പായിട്ടാണ് അവളുടെ എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അങ്ങനെ ഫെബ്രുവരി 2-നാണ് ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ ജനുവരി 19 ആയിരുന്നു എൻ്റെ ഡെലിവറി. അത് നേരത്തെ ആയിരുന്നു, വളരെ നേരത്തെ ആയിരുന്നു. ഡെലിവറി അമൃതയിലായിരുന്നു. ഞാൻ പറഞ്ഞത് അമൃതയിൽ ഡോക്ടർ വിനീത എന്ന് പറഞ്ഞ ഡോക്ടറിനെ കണ്ടത്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഡോക്ടർ. നമ്മളെ മോളെ എന്നൊക്കെ വിളിക്കുള്ളൂ. എപ്പോൾ ചെന്നാലും ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഡോക്ടർ നമ്മളായിട്ട് സംസാരിക്കാറുണ്ട്. വീട്ടിലുള്ളവരെല്ലാവരെയും കുറിച്ച് ചോദിക്കും, എല്ലാവരുടെ വിശേഷങ്ങളും ആൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഡോക്ടറിനെ കാണുമ്പോൾ ഇങ്ങനെ അന്ന് ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളൊരു ദിവസമാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഡോക്ടറിനെ കാണാമല്ലോ. കാരണം പോസിറ്റീവ് എനർജിയൊക്കെ വാരിക്കോരി നമുക്ക് തന്നെ ഒരു അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഡോക്ടറായിട്ട്. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഡോക്ടറിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുമായിരുന്നു. കാരണം കൊറോണയൊക്കെ ഭയങ്കര അങ്ങനെ വ്യാപകമായിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം നമുക്ക് ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യും, ഡോക്ടർ ഓരോ മെഡിസിനൊക്കെ പറഞ്ഞുതരികയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അതായത് ഡെലിവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാം മാസം എൻ്റെ വീട്ടുകാർ ഇവിടുന്ന് ചേട്ടൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് എന്നെ കാണാൻ വേണ്ടി വന്നത് ഞായറാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച ഒരു ആളായിട്ട് ചേട്ടനായിട്ട് സംസാരിച്ച് ഫോണൊക്കെ വെച്ച് ഞാൻ അന്ന് 12 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇങ്ങനെ ഒരു പരിപാടി ആകുമ്പോൾ എല്ലാവരും വരുമല്ലോ. ഒരുപാട് പേരല്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടന് ഫോണൊക്കെ വിളിച്ചതിന് ശേഷം ഞാൻ കിടക്കാൻ വേണ്ടി പോണതിന് മുമ്പായിട്ട് ബാത്റൂമിലൊന്ന് പോയി തിരിച്ച് വന്ന് കിടന്നപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ പോകണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ബ്ലഡ് ഇങ്ങനെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞ്. അപ്പോൾ അമ്മ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ ബാഗൊക്കെ നമ്മൾ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഒരു പെയിനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്ക് അറിയില്ലല്ലോ, കുറച്ചൊരു 2-3 മണിക്കൂറിനുള്ളിൽ എന്തായാലും ഡെലിവറി നടക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ തുടങ്ങി. അതിന് പെയിൻ തുടങ്ങിയതിന് ശേഷം ഉറങ്ങാനും നമുക്ക് പറ്റണില്ല, വേദന ഇങ്ങനെ കൂടി വരികയാണല്ലോ. അപ്പോൾ അവിടെ നഴ്സുമാരൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിക്കോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു സംഭവം ഉറക്കം എന്നൊരു സംഭവമേ വരില്ല. നമുക്ക് വേദന ഇങ്ങനെ കൂടി 15 മിനിറ്റ് ഇങ്ങനെ വേദന വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസമായപ്പോഴേക്കും വിനീത മാം എന്നുണ്ടായിരുന്നില്ല കേട്ടോ. മാമിൻ്റെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരാഴ്ചയിൽ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. വേറൊരു ഡോക്ടറായിരുന്നു, രംബാജി എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറായിരുന്നു. ഡോക്ടറും ഇതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ്, പ്രത്യേക തരത്തിലുള്ള മലയാളമൊക്കെ ആയിരുന്നു ഡോക്ടറിന്, ഭയങ്കര സ്നേഹത്തിലായിരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഞാനിപ്പോൾ പല ആംഗിളിലായെന്ന് തോന്നുന്നു വീഡിയോ, ഒരുപാട് പ്രാവശ്യം തെറ്റി ഞാൻ പോയി. കാരണം കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊടുക്കാനും ഇപ്പോൾ കൊച്ചു TV ഒക്കെ വെച്ച് കൊടുത്തേക്കാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സംസാരമൊക്കെ ആയിരിക്കും.
അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ രംബാജി എന്നൊരു ഡോക്ടറായിരുന്നു എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ. അപ്പോൾ ഡോക്ടറും ഇതുപോലെ തന്നെ ഭയങ്കര സ്നേഹമുള്ളൊരു ഡോക്ടറായിരുന്നു. ഉച്ചയ്ക്ക്, അതായത് തലേദിവസം 12 മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് ഒരു 12:28 ആയപ്പോഴാണ് മോള് ജനിച്ചത്. മോള് ജനിച്ചപ്പോൾ ഒരു 2,720 ആയിരുന്നു വെയിറ്റ്. അങ്ങനെ ശിവന് ഉണ്ടായി കഴിഞ്ഞ് 28 കഴിഞ്ഞതിന് ശേഷമാണ് കൊറോണ ഭയങ്കരമായിട്ട് വ്യാപകമായത്. ആ ടൈമിൽ ചേട്ടൻ ഇവിടുന്ന് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഒരുപാട് നേരമൊന്നും ദിവസങ്ങളൊന്നും നിൽക്കാൻ സാധിച്ചില്ല. 90 നമ്മൾ നിന്നില്ല. ഇവിടെ ആണെങ്കിൽ 90ൻ്റെ പരിപാടികളും ഒരു നൂലുകെട്ടും പരിപാടിയൊന്നും നടത്തിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഡെലിവറി സ്റ്റോറി പറയുന്ന ടൈമിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട വേറൊരു കാര്യമായിരുന്നു. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ാമത്തെ മാസത്തിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് എക്സസൈസുകൾ, ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള എക്സസൈസ് എന്നല്ലാത്ത യോഗ യൂട്യൂബിലൊക്കെ നോക്കി യോഗ ചെയ്യുമായിരുന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ടൈമും ഇങ്ങനെ യൂട്യൂബ് നോക്കുമായിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. നോർമൽ ഡെലിവറി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ എല്ലാവർക്കും സിസേറിയനായിരുന്നു. അപ്പോൾ നോർമലായിരിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ സിസേറിയനാണെങ്കിലും നമുക്ക് അതിന് ശേഷം പിന്നീട് വരുന്ന ബോഡി പെയിനും ബാക്ക് പെയിനും അതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നോർമൽ വേണമെന്ന് മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ മെയിൻ ഹോബി അതായിരുന്നു എന്ന് പറയാം. എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടർ സ്റ്റോക്ക് എന്നുള്ള ഇതിലിങ്ങനെ നോർമൽ ഡെലിവറി എങ്ങനെയിരിക്കും, അതുപോലെ എന്തൊക്കെ ഫുഡ് കഴിക്കാം, ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഏതേലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ 3 മാസം വരെ ഭയങ്കര വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക്. അതിനുശേഷം എല്ലാ ദിവസവും ഇങ്ങനെ എക്സസൈസ് ചെയ്തിട്ടാണെങ്കിൽ നോർമൽ ഡെലിവറി ചാൻസ് കൂടുതലാണെന്ന് അറിഞ്ഞിട്ട് ഓരോ എക്സസൈസുകളും എപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കി അതുപോലെ തന്നെ ഓരോന്ന് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം പോലും ഞാൻ മുടങ്ങാതെ 1 hour എല്ലാ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. അതായത് നോർമൽ ഡെലിവറി അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ മാത്രമായിട്ടുണ്ട്, അതെപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ യോഗയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് നല്ലത്. അതായത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോയാണ്. കുഞ്ഞു വീഡിയോയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം എഴുന്നേറ്റ് പോയി. കൊച്ചു വന്നുകൊണ്ട് നമ്മൾ റൂമിലേക്ക് വരെയും ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ പുറത്തേക്കാക്കി. ഇപ്പം ഞാൻ കൊച്ചു TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഡെലിവറി സ്റ്റോറി. വലിയ കോംപ്ലിക്കേഷൻ അങ്ങനെ ഒന്നുമില്ല, എന്നാലും നമ്മളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.